മിസ്റ്റർ ജിത്തുഭായ്, യൂട്യൂബിലെ ട്രെൻഡിങ് കപ്പിൾ ആരാ? കൊറേ കപ്പിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് ദിയ കൃഷ്ണയും അശ്വിനും. അവര് കല്യാണം കഴിക്കാൻ പോവാണ്. സോ അതിന്റെ കുറെ വീഡിയോസ്, അവരെ മാരേജ് പ്രിപ്പറേഷന്റെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളും ഒക്കെ കാണുന്നുണ്ടാവും. അപ്പോ ഒരു Q&A വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് Q&A ബിഫോർ വെഡിങ്, കല്യാണത്തിന് മുമ്പേ ഉള്ളത് ലാസ്റ്റ് Q&A എന്ന് പറഞ്ഞിട്ടാണ് അവരത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നോക്കുമ്പോൾ കുറേ പേര് ഇതിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അത്രയും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഈ ഒരു Q&A വരാൻ മാത്രം ഈ Q&A എന്താ? നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ്. കാരണം ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കൊൽക്കത്തയിലെ ഡോക്ടറിനെ കൊന്നു കളഞ്ഞല്ലോ. ആ ടൈമിൽ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ദിയാകൃഷ്ണന്റെ Q&A റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡബിൾ വ്യൂസ് ഇതിന് കിട്ടുന്നുള്ളത്. ബേസിക്കലി അതാണ് സ്കീം. അതായത് വ്യൂവർഷിപ്പ് മാറ്റേഴ്സ്. ഓക്കെ, ഓസി സ്റ്റോക്സും അതുപോലെ ദിയാകൃഷ്ണ എന്നുള്ളൊരു ടൈറ്റിലൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബേസിക്കലി വ്യൂവർഷിപ്പ് അടിച്ച് കയറും. കാരണം അവരുടെ ചാനലിന് ഒരു ബേസിക് വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും അവരെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും ആ വ്യൂവർഷിപ്പിന് താല്പര്യം ഉണ്ടാവും. സോ ഇവിടെ വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വ്യൂവർഷിപ്പിനനുസരിച്ചുകൊണ്ട് തന്നെയാണ് കോണ്ടന്റുകൾ എന്ത് ചെയ്യുന്നത്, ത്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും എന്താണ് ഇതിലുള്ള വിഷയം എന്നുള്ളത് നോക്കാം. കാരണം എനിക്ക് മനസ്സിലായില്ലത് എന്താ സീൻ എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു ഓൺലൈൻ ചാനലിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു, അഹാനയ്ക്ക് അശ്വിനെ ഇഷ്ടമല്ലേ, അശ്വിന് ദിയയുടെ സഹോദരിമാരെ കുറിച്ച് പറയാനുള്ളത് ഇതാണ് ആദ്യം കണ്ടപ്പോൾ. അത്രേ ഉള്ളൂ. ഒരു ടൈറ്റിലും പിന്നെ അവരുടെ ഫോട്ടോയും കൂടിയും കൊടുത്തു. ഇനിയിപ്പോ എങ്ങാനും അല്ലേ ദിയാകൃഷ്ണന്റെ ബാക്കി സിസ്റ്റേഴ്സിനെ കുറിച്ച് അശ്വിൻ വല്ലതും പറഞ്ഞോ എന്നുള്ളത് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഏത് നമുക്ക് എന്തായാലും നോക്കാം. Ashwin's relation with your sisters, first I'll tell, but what I personally feel is that ആദ്യം obviously ഒരു awkwardness ഉണ്ടായിരുന്നു for him as well as my sisters, because അതിപ്പോ ഇവൻ പൊതുവെ പുതിയതായിട്ട് ആരെ മീറ്റ് ചെയ്യാതെ സംസാരിച്ചാലും ഈസ് യൂഷ്വലി സൈലന്റ്. ആൻഡ് മൈ സിസ്റ്റേഴ്സ് ഓൾസോ ഇപ്പൊ അമ്മു വീണ്ടും ഓക്കെ കുറച്ചുകൂടെ ആൾക്കാരുടെ മുന്നിൽ, ഇഷാനി ഹൻസിക്കൊക്കെ അവർ ആക്ച്വലി ആംബിവേർട്ട് ആണ്. ദേ നോട്ട് എക്സ്ട്രോവേർട്സ്, ദേ നോട്ട് ഇൻട്രോവേർട്സ്. അവർക്ക് ശീലമുണ്ട്, പരിചയപ്പെട്ട് മിങ്കിളായി വന്ന് കംഫർട്ടബിൾ ആണെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് അശ്വിനും, ആംബിവേർട്ട് ആണ്, പരിചയപ്പെട്ട് സെറ്റായാൽ മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജാള കാണിച്ചിരിക്കുന്നതല്ല. ഒരു ഇത് വേണം, ഒരു സിങ്ക് വേണം. അപ്പൊ ഇപ്പോഴാണ് ആക്ച്വലി ഒന്ന് 2-3 പ്രാവശ്യം അശ്വിൻ വീട്ടിൽ വരുന്നു, നമ്മളായിട്ട് ലഞ്ചിനും ഡിന്നറിനും വരുന്നു. അപ്പോഴാണ് അശ്വിന്റെ കുറച്ചുകൂടെ എല്ലാവരുമായിട്ട്, അശ്വിനായാലും ശരി, ഇഷാനിക്കായാലും ഹൻസിക്കായാലും എല്ലാവർക്കും. ഹൻസിക്കായിട്ട് കുറച്ചുകൂടെ മുന്നേ സംസാരിക്കുന്നുണ്ടായിരുന്നു, കുറച്ചൊക്കെ മുമ്പേ കംഫർട്ടബിൾ ആയി. അല്ല, ഹൻസിക എനിക്ക് ഈ 3 പേരിൽ എനിക്ക് ആക്ച്വലി പറയാനുള്ളതെന്ന് വെച്ചാൽ 3 പേരെ കുറിച്ച് ഞാൻ പറയാം. എന്താണ് എന്റെ റിലേഷൻ എങ്ങനെയാണ് അവരായിട്ടുള്ള. അമ്മു എന്ന് പറയുമ്പോഴേക്ക് ഫസ്റ്റ് ടൈം ആക്ച്വലി അമ്മുനെ മീറ്റ് ചെയ്തപ്പോൾ ആ പുള്ളിക്കാരിയുടെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഷീ നോസ് ഹൗ ടു മേക്ക് യു കംഫർട്ടബിൾ. അത് ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പം ഞാൻ ഓക്കോടെ അല്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അമ്മയോട് ആദ്യം ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ഒട്ടുമേ ആയിരുന്നില്ല. സോ ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഇഷാനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇഷാനിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അനാവശ്യമായിട്ട് അത്രയും സംസാരിക്കില്ല. നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞ് അല്ലേ? അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞ. അതായത് അവരുടെ ക്വാളിറ്റീസ് ഇഫ് ആരെങ്കിലും പുറത്തു നിന്നുള്ള വ്യൂവേഴ്സ് കാണുന്ന സമയത്ത് മേ ബി ഇഷാന സംസാരിക്കാത്തത് പറഞ്ഞ കറക്റ്റാ. പൊതുവെ അങ്ങനെ ഒരു ധാരണ ഉണ്ടല്ലോ, അവരൊരു അഹങ്കാരിയാണ്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നുള്ള തോന്നൽ. അതെ, അപ്പോ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ആർക്കും വേണ്ട. ആളങ്ങനെയല്ല. ആള് കുറച്ച് ഈ പറഞ്ഞ മാതിരി ഒന്ന് പരിചയപ്പെട്ട് സംസാരിച്ച്, അതായത് വേണ്ട ആവശ്യങ്ങൾക്ക് സംസാരിക്കും എന്നുള്ള രീതിക്കാണ്. അത് നിങ്ങളൊരു അഹങ്കാരമായിട്ട് എടുക്കണ്ടെന്നൊക്കെയാണ് ആ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് അശ്വിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ അശ്വിനെ ഭയങ്കരമായിട്ട് ട്രോളും, അശ്വിനെതിരെ ഭയങ്കരമായിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടു. അതായത് ഇവനെന്താ ഇങ്ങനെ, ഇവനെന്താ ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ, ഇവനെന്താ അവന്റെ ഇഷ്ടം. ഞാൻ നോക്കുമ്പോൾ അത് ആ പയ്യന്റെ ഇഷ്ടമല്ലേ. അവരെങ്ങനെ അവരുടെ റിലേഷനിൽ അവരെങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം, അവരുടെ റിലേഷനിൽ അവർക്ക് എത്രത്തോളം ആ ഒരു ഇഷ്ടവും കമ്മിറ്റ്മെന്റും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു മീറ്റർ സ്കെയിൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുമോ? പിന്നെ നമ്മളെ ഇഷ്ടത്തിന് അവര് നോക്കണം, ഇരിക്കണം, ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കണം. അതായത് ചിലർക്ക് ഈ ഇവരുടെ ഈ പറഞ്ഞ എന്താ പറയാ ഓൺ സ്ക്രീൻ കെമിസ്ട്രി കാണുമ്പോ ക്രിഞ്ച് പ്രേമം മാതിരി തോന്നും. മനസ്സിലായോ? അല്ല, അല്ലെങ്കിലും പ്രേമവും ഇതൊക്കെ എപ്പോഴും ക്രിഞ്ച് തന്നെയാണ്. അല്ല, അതന്നെയാണ് ഈ അശ്വിനും ഈ വീഡിയോയിൽ പറഞ്ഞത്. അത് പ്രേമം ക്രിഞ്ചാണ്.
പ്രേമത്തിന് ഇപ്പൊ വേറൊരു ഡയമെൻഷൻ കൊടുക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ പ്രേമിക്കുമ്പോ നമുക്ക് തോന്നും ഇതൊന്നും ക്രിഞ്ചല്ല, നമ്മള് സെറ്റാണ്, നമ്മൾ മറ്റേ റെമോ മോഡാ തോന്നും. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോഴാണ് അതെ രണ്ടാമത്തെ ആള് നോക്കുമ്പോ ചിലപ്പോ അഞ്ഞനും അമ്പിയൊക്കെ ആയിട്ടാവും തോന്നുന്നു. നമുക്ക് റെമോ ആണ് നമ്മള് പ്രേമിക്കുന്ന ടൈമില്. അപ്പൊ അതിലിപ്പോ ഈ പയ്യനെ കേറിയിട്ട് നീ എന്താണ് ഇങ്ങനെ, നീ ഒരു പെണ്ണൂന്തി പോലെ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കുമ്പോ ആ ചെക്കൻ സ്മാർട്ടാ, അല്ല ഇർളം പയ്യെ നന്നായി സംസാരിക്കണുണ്ട്. ചിലപ്പോ കലിപ്പനൊക്കെ ആവും. അപ്പൊ ചിലപ്പോ വിചാരിക്കണ്ടോ എന്നെ പോലെ ചിഗ്മയാണുള്ള ചാൻസ് ഉണ്ട്. Is Ashwin okay being exposed to social media? Any privacy issue? What are you like 2-year-old child or what? Exposed? What exposed? ഞാൻ തോന്നുന്നു അവനെ തോർത്തിൽ കൊണ്ട് നടന്ന മീഡിയ കാണാൻ എടുത്ത് വെളിയിൽ കാണിക്കുന്നുണ്ട്. He's older than me. He knows what he's doing. He knows what he's doing. പ്രൈവസി എന്ത് കാര്യമാണോ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത് അത് നമ്മൾ ആക്ച്വലി പ്രൈവറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. എന്താണ് അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ അത് മാത്രമേ ആക്ച്വലി കാണിക്കുന്നുള്ളൂ. See, the thing is, I am smart enough to show what has to be shown on social media, and private things is not actually shown on. So if you think you know me completely, I'm sorry you don't know me. If you think you know about us, I'm sorry you don't know about us. Because you're only seeing what I want you to see, right? I mean that's what every I think the public figures do mostly. I mean അല്ലെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പെറ്റ് കിടക്കുന്നവരായിരിക്കണം, which I am not. But yeah, ഞാൻ കാണിക്കാനുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയ കാണിക്കുന്നത്. Thank you for asking me. He's okay. പറഞ്ഞ ഒരു കാര്യത്തിനുണ്ട് ഒരു മാറ്റം പറയാനുണ്ട്. സോഷ്യൽ മീഡിയയിൽ പെറ്റ് കിടക്കുന്നതല്ല, ശരി പെറ്റ് കിടക്കുന്നതാണ്. ഞാനും ഈ പറഞ്ഞ വീഡിയോ ചെയ്യുന്നവരും ഈ പറയുന്ന ദിയാകൃഷ്ണൊക്കെ ആണെങ്കിലും പുറത്തുനിന്ന് ഒരാളുടെ വ്യൂവർഷിപ്പ് ലൈക്ക് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മളൊക്കെ പെറ്റ് കിടക്കുന്നവരാണ്. ബിക്കോസ് ഡെയിലി കോണ്ടന്റ് ഇടുന്നുണ്ട്. നാട്ടുകാര് ലൈക്ക് എന്താ പറയാ സ്ഥിരം ഇവരത് ഇടുന്നതുകൊണ്ടാണ് ആളുകൾ അത് ശ്രദ്ധിക്കുന്നത്. സോ സോഷ്യൽ മീഡിയയിൽ പെറ്റ് കിടക്കുന്നത് ദാറ്റ്സ് ലൈക്ക് ആണ് എന്നുള്ളത് സമ്മതിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞാലും അതിൽ വലിയ തെറ്റൊന്നുമില്ല. സോഷ്യൽ മീഡിയ പെറ്റ് കിടക്കുന്നതുകൊണ്ടാണ് മാമുണ്ണാൻ പറ്റുന്നതും ഈ വ്യൂവർഷിപ്പും പൈസയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ആവശ്യം. പക്ഷെ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ, അതായത് എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ട എന്നുള്ളതിൽ കൃത്യമായ വ്യക്തതയും ബോധവും ഉണ്ട്. അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതാണ് കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല ഒരു പ്രേക്ഷകൻ ഒരു വ്യൂവർക്ക് റിയൽ ആൻഡ് റിയാലിറ്റി തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയാണ്. ഈ റീൽ തന്നെയാണ് റിയൽ ലൈഫ് എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്. എപ്പോഴും പ്രശ്നം ആർക്ക്, ഈ വീഡിയോയിലുള്ളവർക്കൊന്നും പ്രശ്നമില്ല, കാണുന്ന ആൾക്ക് മെന്റൽ പ്രഷറാണ്. ഏത് അയ്യോ പിന്നെ ഉപദേശം തുടങ്ങുന്നു, തെറികൾ തുടങ്ങുന്നു. ഇത് ഇവരെന്നെ പറയാതെ പറയുന്നുണ്ട്. വാട്ട് യു ആർ സീയിങ് എല്ലാം ഒരു എന്താ പറയാ പോളിഷ്ഡ് ഫേസ് ആണ്, നല്ല മിനുക്കി വെച്ച ഫേസ് ആണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത്. അത്രേ അവര് കാണിക്കൂ. എല്ലാരും അങ്ങനെ തന്നെ. എല്ലാരും റിയൽ ലൈഫ് ആരും എക്സ്പോസ് ചെയ്യാൻ താല്പര്യം. ഇനി എക്സ്പോസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ ഇങ്ങനെ, ഇപ്പൊ ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്റെ റിയൽ ലൈഫ് ഞാൻ ആ ഒരു സൈഡ് ഞാൻ എക്സ്പോസ് ചെയ്ത് കാണിച്ചു. ഇപ്പൊ ഇതിൽ തന്നെ ഒരു കേസ് പറയാം. ഈ ദിയാകൃഷ്ണയ്ക്ക് ഇതിന് മുമ്പുള്ള റിലേഷനും കാര്യങ്ങളും ഉള്ള ടൈമിൽ അവർക്ക് അതിനെക്കുറിച്ച് ചോദ്യങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ അവർ അതിന്റെ ഒരു ഫേസ് എന്ത് ചെയ്തു, എക്സ്പോസ് ചെയ്തു. സോ വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ എന്തുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ഈ പറഞ്ഞ ഡെയിലി വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവർ ഈ സാധനം എക്സ്പോസ് ചെയ്യാറുണ്ട്. അതിന്റെ കാര്യത്തിൽ ചിലപ്പോൾ സപ്പോർട്ട് കിട്ടാൻ ചിലപ്പോൾ എയറിൽ പോവാം. പക്ഷെ കണ്ടിന്യൂസ്ലി അവരെല്ലാം റിയൽ ആയിട്ടാണ് കാണിക്കണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, വ്യൂവേഴ്സിന്റെ ഇഷ്ടമാണ്. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ 99% ആളുകളും പോളിഷ്ഡ് ഫേസേ കാണിക്കും. ഓക്കെ, ഈ ലോകത്ത് ഔട്ട്ഡേറ്റഡ് ആവാത്ത രണ്ട് കാര്യമേ ഉള്ളൂ. അത് വേറെ ഒന്നുമില്ല. ഒന്ന് ലവും, പിന്നെ ഇന്നൊന്ന് മണിയും. ഈ രണ്ട് സാധനം ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവത്തേ ഇല്ല. ഓക്കെ, പക്ഷെ അതിൽ ഏറ്റവും ഇതാണെന്ന് പറഞ്ഞാൽ ലവ് മാത്രം ഉണ്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, എന്നുവെച്ചാൽ അത്രയ്ക്കും വലിയ പൈസ ഇല്ലെങ്കിൽ അപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ആക്ച്വലി അഫക്റ്റ് ആവും. പക്ഷെ നിങ്ങളുടെ പൈസ മൊത്തം ഉണ്ട്, പക്ഷെ സ്നേഹിക്കാൻ ഒരാളില്ലെങ്കിൽ ആ പൈസ വെറും പേപ്പർ തന്നെ.
ഈ രണ്ട് കാര്യം തന്നെയാണ് ഈ എന്താ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആവാത്ത കാര്യം. അത് ഞാൻ വിചാരിക്കുന്നതാണ്. അത് എത്രത്തോളം തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ രണ്ട് കാര്യത്തിലും ഒരിക്കലും എന്താ പറയാ ഒരു ഔട്ട്ഡേറ്റ് ആവത്തേ ഇല്ല. Everybody would want it every day. ഇത് ഈ രണ്ട് സാധനം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ പറ്റില്ല, രണ്ടും വേണം. ഒന്നുമില്ല. പിന്നെ Okay, there are many people who might say പൈസ മാത്രം മതിയല്ലോ ജീവിക്കാൻ, നമുക്ക് എല്ലാം കിട്ടും. ഓക്കെ, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വെൻ യു ഡൈ, അവിടെ ആ പൈസ ആരെങ്കിലും കൊണ്ട് പെട്ടി കൊണ്ട് വെച്ചിട്ട് പോകും. ആ പൈസയും നിങ്ങളും ആ കുഴിയും അല്ലെങ്കിൽ ആ കത്തിച്ച ചിലത് മാത്രമേ കാണൂ. വേറെ ആരും അവിടെ നിങ്ങൾക്ക് വേണ്ടി കരയാനോ നിങ്ങളെ ഓർക്കാനോ നിങ്ങളുടെ ഫോട്ടോ വീട്ടിൽ വെക്കാനോ ആരും കാണത്തില്ല. That's all. That's the only thing that money can do. Money can't buy people. Right? Money can't buy love. Yeah. Money cannot buy respect. അതൊരു ലക്ക് മാത്രമാണ്. അതെനിക്കൊരു ബൂട്ടല്ലോട്ട് അതൊരു ലക്കായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉണ്ടല്ലോ ഇതിനോട് എനിക്കൊരു ചെറിയ വിയോജിപ്പുണ്ട്. എനിക്കുണ്ട് വിയോജിപ്പ്. ഇത് നമുക്ക് തത്വം പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഇവര് ഈ വീഡിയോ ഇടുന്നടക്കം ക്യാഷിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്നേഹം പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഓക്കെ. പക്ഷെ ക്യാഷ് ഉണ്ടെങ്കിൽ അവിടേക്ക് എല്ലാം വന്നു. ക്യാഷ് ഉണ്ടെങ്കിൽ സ്നേഹവും കിട്ടും. ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാവാൻ നേരത്ത് കരയാനും ആള് വരും. അത്ര തന്നെ എല്ലാം വരും. പക്ഷെ ഒക്കെ ഒരു ഫേക്ക് ആവുന്നുള്ളൂ. പക്ഷെ എന്നാലും ആളുണ്ടാവും. ആളില്ല, എത്രമാത്രം ജെനുവിനിറ്റി അളക്കൊന്നും വേണ്ട. പക്ഷെ നല്ല പൂത്ത പൈസക്കാരൻ മരിച്ചാ നെഞ്ചത്തടിച്ച് കളയാൻ ആളുണ്ടാവും. നല്ല പൂത്ത പൈസ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫേക്ക് ആണെങ്കിലും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കുറെ ആള് കാണും. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വഴിയില്ലടേ. പിന്നെ നമ്മളൊക്കെ പറയുമ്പോ അങ്ങനെ പറയും പോകുമ്പോൾ കൊണ്ടുപോകില്ല അങ്ങനെ, അതൊക്കെ അതിന്റെ ഒരു റിയാലിറ്റിയാണ്. പക്ഷെ അത് വെച്ചിട്ട് ആരും ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകില്ല അതുകൊണ്ട് എനിക്ക് ക്യാഷ് വേണ്ടെന്ന് എല്ലാവരും പറയില്ല. ഈ പറഞ്ഞ അവസാനിച്ച് ആ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തവര് വാങ്ങിച്ചാൽ ഫിലോസഫി പറയാൻ മാത്രമേ പൈസ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ ലോകത്ത് എന്താ അറിയോ, നമുക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി, പീസ് ഓഫ് മൈൻഡ്, ഒരു റെസ്പെക്ട്, പൈസ ഉള്ളവന് കിട്ടുന്ന ഒരു തരം ലക്ഷറി ഉണ്ട്. ഒരു പൈസ ഉള്ളവന് കിട്ടുന്ന ഒരു തരം ഫ്രീഡം ഉണ്ട്. ഫിസിക്കലി നമ്മൾ വെൽബീങ് ആയ, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരുന്ന വലിയ സീനില്ല. പക്ഷെ ഫിസിക്കലി അൺഫിറ്റ് ആണെങ്കിൽ പോലും കയ്യിൽ പൂത്ത പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വഴിക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പല മെത്തേഡ്സ് ഇവിടെ ഉണ്ട്. പൈസ ഭയങ്കരമാണ്. ഒരു സാധാരണക്കാരൻ, ഒരു സാധാരണ ഒരു പയ്യൻ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് എന്താ പറയുക പൈസ പിന്നെ എത്ര ചായ തരുമെന്ന് വെച്ചാൽ പോടെ അവിടെ നിന്ന് അറിയും ചിലപ്പോൾ. ആ സമയം ഒരു വലിയ പൈസക്കാരൻ വന്നിട്ട് അവിടെ ചായ കുടിച്ചിട്ട് പൈസനെ പറ്റി പറഞ്ഞില്ലെങ്കിലും നമ്മളെ കടയിൽ നിന്നാണ് ഇവർക്ക് ചായ കുടിക്കുന്നത് എന്നൊക്കെ പറയാം. അതൊക്കെയാണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. എന്താ പറയുക, ഞാനൊരു ഇന്റർവ്യൂവിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മണി ക്യാൻ ബൈ സർട്ടൻ തിങ്സ്. അതായത് ഒരു പൈസ ഉള്ളവന് എപ്പോഴും എന്താണ്, അവന് പ്രശ്നങ്ങൾ കാണൂല, കുറവായിരിക്കും. പൈസ ഇല്ലാത്തവനായിരിക്കും തലയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും. സിനിമയിൽ പറഞ്ഞ പൈസന്റെ മുകളിൽ മറ്റേ സാധനം പറക്കില്ല. പൈസ ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ. അതെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാവരും, ഇവരാണെന്നുണ്ടെങ്കിലും ആരെ നമ്മളാണെങ്കിലും എല്ലാവരും ഒരു ദിവസം നമ്മുടെ ലൈഫിൽ ഉറങ്ങി നീക്കുന്നത് എന്തിനാ? പൈസ ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, നമ്മൾ വെൽബീങ് ആണ്, നല്ല രീതിയിൽ നമ്മളെല്ലാ ലൈഫും മുന്നോട്ട് പോകണം. ഇതല്ലേ നമ്മുടെ ആവശ്യം. അല്ലാതെ രാവിലെ എണീക്കണം, എനിക്ക് കുറെ ആൾക്കാരെ സന്തോഷിപ്പിക്കണം, എനിക്ക് രാവിലെ എണീക്കണം, എനിക്ക് കുറച്ച് മറ്റേ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം ഫ്രീ ആയിട്ട്, അതിനൊക്കെ പൈസ വേണ്ടേ? നമ്മളെ മൂക്കിലെ ശ്വാസം അവസാനിക്കുന്നവരെ നമുക്ക് എന്നും തന്നെ ക്യാഷ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കും? അല്ലെങ്കിൽ കണ്ടോ അവന്റെ അടുത്ത് വരാ കുറെ ഉണ്ട്, എന്റെ അടുത്ത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ അവന്റെ പോലെ ഉണ്ടാക്കണം. അതെല്ലാവരും മനസ്സിലാവും. വേൾഡ് റൺ ഓൺ ദിസ്. പിന്നെ ഈ അശ്വിൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നല്ല പൈസ കയ്യിലുണ്ട്, അപ്പൊ എന്താ പറയാ, സ്നേഹിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്നേഹം ഭയങ്കര രസമായിരിക്കും. പൈസ കയ്യിലില്ലാത്തപ്പോ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്നേഹം സീനായി. സ്നേഹിക്കാനും ആൾക്കാരുണ്ടാവില്ല. ഇത് റിയാലിറ്റി അല്ല. ഇയാള് പറഞ്ഞ പോലെ സ്നേഹിക്കാൻ ഒരാളില്ലാത്തപ്പോ പൈസക്ക് പേപ്പറിന്റെ വില എന്ന് പറയുന്നതിനോട് എനിക്ക് വലുത് തോന്നുന്നില്ല. കാരണം ചില സമയങ്ങളിൽ ഇനിയിപ്പോ ആരൊക്കെ ഉണ്ടെങ്കിലും പൈസക്ക് ചിലപ്പോൾ പേപ്പറിന്റെ വില മാത്രം ഉണ്ടാവണം. പല സമയങ്ങളും സിറ്റുവേഷൻ, ഇഷ്ടംപോലെ സിറ്റുവേഷൻസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, റോട്ടിൽ നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് രാത്രി വണ്ടി ഇടിച്ച് കിടക്കുക, നമ്മളെ രക്ഷിക്കാൻ ആരും ഇല്ല. അങ്ങനെ സമയത്ത് നമ്മളെ ബാങ്കിൽ കുറെ പൈസ ഉണ്ട് വിചാരിച്ചിട്ട് ആ പൈസ ഓടി വന്ന് നമ്മളെ രക്ഷിക്കില്ല. വേറെ അധികം പറയുന്നത് നമ്മളെ വയനാട് അവിടെ ആൾക്കാർക്ക് സ്നേഹിക്കാൻ ആളില്ലാണ്ടാണോ, കയ്യിൽ പൈസ ഇല്ലാണ്ടാണോ? ഒന്നുമല്ല. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. പൈസക്ക് പൈസ തന്നെ വേണം, അതിന് റീപ്ലേസ് ചെയ്യാൻ ഒന്നുമില്ല. പൈസക്ക് പൈസ തന്നെ, അത് ഉണ്ടാക്കും വേണം, അത് ചെലവാക്കും വേണം, അത് എടുത്തു വെക്കേണ്ട സാഹചര്യങ്ങൾ എടുത്തു വെക്കും. പിന്നെ എന്താ അറിയോ, ഉള്ളവർക്ക് ചിലപ്പോ ഇങ്ങനെയൊക്കെ പറയാം, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടറിയാം. അങ്ങനെയാണ്. പൈസ ഉള്ളവരെ പൈസയെ കുറിച്ചിട്ട് എന്ത് പറയും, പൈസ ഇല്ലാത്തതിനെ കുറിച്ചും അല്ലെങ്കിൽ പൈസയുടെ വേറൊരു സൈഡ് പറയും. ഇപ്പൊ പൈസ ഇല്ലാത്ത ഒരാളോട് പോയിട്ട് നിങ്ങൾക്ക് പൈസനെ കുറിച്ച് എന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വായും പൊളിച്ചിരിക്കും. പൈസ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ, പൈസ മാത്രല്ല അയാൾക്ക് കുറെ പരാധീനതകളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പറയാനുണ്ടാവും. പൈസ ഉള്ള ഒരാൾക്ക് എന്തൊക്കെ പൈസ ഒക്കെ ഉണ്ടാക്കിട്ട് ഇനി പോരെ. അതായത് ബാങ്കിൽ ഒരു
50 ലക്ഷം റുപ്യ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ 1 കോടി റുപ്യ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഇനി നമ്മളെ കയ്യിലില്ലെങ്കിലും നമ്മളെ പാരൻസിൻ്റെ കയ്യിൽ ഇപ്പോൾ നമുക്ക് ആ പാരൻസ് തരാൻ റെഡിയാണ്, ഇനി നമ്മളെ സിറ്റുവേഷനിൽ അവർ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ പൈസ ഉള്ള സിറ്റുവേഷൻ എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ട്ണർ എല്ലാം ഫിറ്റാന്ന് വിചാരിച്ചോ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അതായത് ബേസിക്കലി നമുക്ക് പ്രത്യേകിച്ച് എന്തില്ല, പൈസ ഉണ്ടാക്കിയിട്ട് തന്നെ ജീവിക്കണം എന്നില്ല, കുറച്ചുണ്ടാക്കാം, അത്യാവശ്യം കയ്യിൽ നീക്കിയിരിപ്പുണ്ട് എന്നുള്ള ആൾക്കാർക്ക് ഈ ഫിലോസഫി ഉണ്ടാക്കിയില്ലെങ്കിലും ബാക്കി കയ്യിൽ സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിലോസഫി ഒക്കെ പറഞ്ഞ അങ്ങനെ പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത പക്ഷം പൈസ ഭയങ്കര വിഷയമാണ്. പൈസ തന്നെയാണ് മെയിൻ, പണമാണ് എല്ലാം. Okay, the best quality you like in Ashwin Shetty. Okay, that I'll tell. അല്ലല്ല, no. എനിക്ക് ഒരു ക്വാളിറ്റി സത്യം പറഞ്ഞ ഒറ്റ ക്വാളിറ്റി മാത്രം ഒരാളുടെ കണ്ടിട്ട് നമുക്ക് അയാളെ സ്നേഹിക്കാൻ പറ്റില്ല. ദർ ആർ സർട്ടൻ നമ്പർ ഓഫ് ക്വാളിറ്റീസ് വിച്ച് ഐ ലൈക്ക് അബൌട്ട് ഹിം. ആൻഡ് എനിക്ക് ചില കാര്യങ്ങൾ ഞാനുമായിട്ട് ഇപ്പം കുറെ പേര് പറയും ഓപ്പോസിറ്റ്സ് അട്രാക്ട് എന്ന് പറയുന്നത്. ബട്ട് ഐ വുഡ് സേ ഇസ് ഓപ്പോസിറ്റ്സ് ഡു അട്രാക്ട്. പക്ഷേ കംപ്ലീറ്റ്ലി നിങ്ങൾ ഓപ്പോസിറ്റ്സ് ആണെങ്കിലുണ്ടല്ലോ, ഇറ്റ് കെൻ ലീഡ് ടു ബ്രേക്കപ്പ്, കെൻ ലീഡ് ടു എ ഡിവോഴ്സ്. ബിക്കോസ് ടോട്ടലി ഓപ്പോസിറ്റ്സ് ആയാലും ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ബോറിംഗ് റിലേഷൻഷിപ്പ് അക്കോർഡിംഗ് ടു മീ. ബിക്കോസ് നിങ്ങൾക്ക് ഒരു സർട്ടൻ നമ്പർ ഓഫ് സിമിലാരിറ്റീസും ഒരു സർട്ടൻ നമ്പർ ഓഫ് ഓപ്പോസിറ്റ്സും ഉണ്ട്. ബാലൻസ് ആയി നിൽക്കുവാണെങ്കിലാണ് ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്ക് ആയാലും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഒരു കോമൺ കൈൻഡ് ഓഫ് സംഭവങ്ങളായിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നതും കോമൺ കൈൻഡ് ഓഫ് അതിൽ വിഷം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ കുറച്ച് ഈസിയർ ആയിരിക്കും അക്കോർഡിംഗ് ടു മീ ടു മെയിൻറ്റെയിൻ. മനസ്സിലായോ? ബിക്കോസ് ഐ ഹാവ് ഹാഡ് ലൈക്ക് എ കപ്പിൾ ഓഫ് റിലേഷൻഷിപ്സ് ഇൻ ദ പാസ്റ്റ് വേർ ഐ തോട്ട് ഓപ്പോസിറ്റ്സ് അട്രാക്ട്. Where I kept thinking that the other person is like one ഒരു പരട്ട സ്വഭാവം and I am like one nice person. മേ ബി അതായിരിക്കാം ഓപ്പോസിറ്റ് അട്രാക്ട്. പക്ഷെ ടൂ മച്ച് ഓപ്പോസിറ്റ്സ് ആയി പോയാലും ഉണ്ടല്ലോ കണ്ട കട്ടിലടിന്ന് പൊക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് എനിക്ക് ഫേസ് ചെയ്തതിന് ശേഷമാണ് what I understood was കുറച്ച് സിമിലാരിറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കാനോ നമ്മളെ പോലെ ആയിരിക്കണം കുറച്ച് കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട്. അപ്പൊ എന്റെ പോലത്തെ ലോയൽറ്റി ആയാലും ഓണസ്റ്റി ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ചില പോയിന്റുകളെല്ലാം അശ്വിനുണ്ട്. ഹി ഹാസ് ദാറ്റ്. ഇപ്പൊ എനിക്ക് ഐ കൻ ആക്ച്വലി ലൈക്ക് ടെൽ അശ്വിൻ എന്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് ഗേൾസ്, അവരുടെ കൂടെ യു കെൻ ഗോ, ലൈക്ക് ഞാൻ ഇല്ലാതെ യു കെൻ ഗോ ടു എ പ്ലേസ് ഇഫ് യു വോണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഓൾ ഐ വോണ്ട് സ്ഥലം എത്തി എന്ന് വിളിച്ച് പറയണം, ഫുഡ് കഴിച്ചു എന്ന് പറയണം, എന്നെ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം, ഇത്രേ എനിക്കുള്ളൂ. അല്ലാതെ അവിടെ അശ്വിൻ എന്തായിരിക്കും ഇന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും. എനിക്ക് അവിടെ നിന്ന് ഒരു കുട്ടി പോലും എന്നെ വിളിച്ച് പറയേണ്ട ആവശ്യം എനിക്ക് വരില്ല. ഐ കൻ സിറ്റ് ഹിയർ, ഐ കൻ ക്ലോസ് മൈ ഐസ് ആൻഡ് ഐ നോ വാട്ട് ഹീസ് ഡൂയിങ്. ആ ഒരു വിശ്വാസം നമുക്ക് ഒരാളുടെ മേളിൽ വന്നാൽ മാത്രമേ അയാളെ കണ്ണടച്ച് സ്നേഹിക്കാവുള്ളൂ എന്ന് വിശ്വസിക്കാവുള്ളൂ എന്നും ഇത്രയും പണി കിട്ടിയിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡ്വൈസ് ആയിരിക്കും. ഇഫ് എനിബഡി സീക്കിംഗ് മൈ അഡ്വൈസ്, ഇഫ് എവർ. അത് വേറെ കാര്യം. ഞാനും അത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഗതികേട് കൊണ്ടെങ്ങാനും ഒറ്റയ്ക്ക് ഇവയില്ലാതെ പോകേണ്ട വന്നാൽ ഞാനിങ്ങനെ ഇവനെ വിളിച്ച് ഇങ്ങനെ വിഷമം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് കഷ്ടമാണെന്നറിയോ, ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാം ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ ഓപ്പോസിറ്റ് അട്രാക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഇപ്പൊ എന്നെ പോലെ തന്നെ ചില ക്വാളിറ്റീസോ അല്ലെങ്കിൽ ചില മൈനസോ ഉള്ളവരൊക്കെ, അതായത് ദിയ ആ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കണം, ഓക്കെയാണ്, ഫൈനാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യം, അതായത് കട്ടിലിനടിയിൽ പൊക്കിയ കഥയൊക്കെ ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അത് പോട്ടെ, അത് നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം അവരത് പറഞ്ഞിട്ടിട്ട് പോയി, നമുക്കും എന്താ മനസ്സിലായില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്, അതായത് ട്രസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസ്യത അല്ലെ, പരസ്പരമുള്ള വിശ്വാസം, ഒരു പരസ്പര വിശ്വാസം. അതുകൊണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ ഇല്ലാതെ ഇവൻ പോയാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ ഫോൺ വിളിക്കണം, എത്തിയത് പറയണം, വീഡിയോ കോൾ എവിടെ നിന്നുള്ള പറയണം. അല്ല ഇത് തന്നെയല്ലേ പ്രശ്നം. അല്ല ഇത് സോറി ടു സേ ദിസ്, അല്ല ഞാൻ അവര് തമ്മിലുള്ള ബോണ്ട് അങ്ങനെ ആയിരിക്കാം, അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അത് അവരുടെ ലവ് എന്ന് പറഞ്ഞുള്ള അവരുടെ കോൺസെപ്റ്റിൽ അത് അവർക്കുണ്ട്. അവർ രണ്ടുപേരും ചെയ്യാൻ റെഡിയാണ്, അപ് ടു ദം. പക്ഷെ ഇത് വേറൊരു ഇപ്പോൾ പുറത്തിരുന്ന് കാണുന്ന, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പ്രേമിച്ച ഒരാളാണ്, ഓക്കെ, ജിത്തുബായി കുറേ പ്രേമിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ബേസിക് പ്രശ്നങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു ലൈൻ ഏതാ അറിയോ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും, ഇപ്പം ഞാൻ പ്രേമിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ സ്നേഹമാണെങ്കിലും ഞാനാണെങ്കിലും എവിടെയെങ്കിലും ആ പ്രേമിക്കുന്ന സമയത്ത് സ്നേഹം പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളാ എന്താ പറയുക, ഒരു തീക്ഷ്ണമായുള്ള അങ്ങനെ എന്താ മലയാളത്തിൽ എന്താ പറയുക, അതിതീവ്രമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഫേസിൽ എന്നെ വിളിക്കണം കേട്ടോ, ഒന്ന് വീഡിയോ കോൾ വിളിക്കും, നമുക്കൊരു സമാധാനക്കേട് മനസ്സിലുള്ളതുകൊണ്ടാണ് ഈ വിളിക്കാൻ പറയുന്നത്. അതെ, അതാണ് ഈ പ്രശ്നം. അല്ലാതെ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം, അതായത് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം സ്നേഹ പോയാലോ, സ്നേഹന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ഞാൻ പോയാലോ, ഇപ്പൊ ദിയ പറഞ്ഞ പോലെ അശ്വിൻ ദിയേന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയാലും ദിയക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഐ ട്രസ്റ്റ് എന്ന് പറയുമ്പോഴും അവിടെ എന്തുണ്ട്, ഒരു വീഡിയോ കോളോ ഒരു കോള്
എവിടെ എത്തി എന്നുള്ളത് പറയണം, എന്ത് ചെയ്യണമെന്ന് പറയണം. പിന്നെ എനിക്ക് പ്രശ്നമില്ല. അയ്യോ എന്റെ അമ്മയോ, അത് രസമായിട്ടോ. അവരും ചിന്തിക്കാനായിട്ട് അല്ല അതെന്താ അറിയോ, അത് ലൈക്ക് അവരെന്താ അറിയോ, അവരൊന്നും മനസ്സിൽ വെക്കുന്നില്ല, അവരെല്ലാം തുറന്ന് പറയുകയാണ്. അപ്പൊ അതാ പറഞ്ഞു പോയതാണത്. പക്ഷെ അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാരും അല്ലേ. ഇതെന്താ അത് ഏത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ടമില്ല, അല്ലെങ്കിൽ എന്റെ ലവർ പറഞ്ഞ നോട്ടമില്ല. ഞാൻ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ച വീഡിയോകള് അപ്പുറത്തിരിക്കുന്ന ആളെന്ന് കാണിക്കും. കേട്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞു ഒരു കുഴപ്പമില്ല കാണിക്കും. അല്ല ഇതെന്താ അറിയോ, ഇത് കുറച്ചു കാലം ഇങ്ങനെ ഉണ്ടാവും. ഇത് കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ കാര്യങ്ങൾ അത് രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അങ്ങനെ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് മാറി നമ്മളെ ലൈഫിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ആരാരപ്പം പോണു ആരാരപ്പം വരുന്നു എന്നുള്ള കാര്യത്തിനൊന്നും അങ്ങനെ ഒരു എന്താ പറയാ ലിമിറ്റേഷൻസ് ട്രസ്റ്റ് ഉണ്ടായി വരുന്നതാണ്. സീരിയസ് ആയിട്ട് ആ ട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, പണ്ട് ഞാനാണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞ ഒരു കോളോ ഒരു വീഡിയോ കോളോ ഒരു ഇത് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊന്നും അല്ല. നമ്മൾ ജീവിതത്തിലൂടെ നമുക്കിപ്പോൾ നമ്മുടെ പാരന്റ്സിന് ഇതേ ട്രസ്റ്റ് ഉണ്ടാവും, നമുക്ക് ആ ട്രസ്റ്റ് വന്നു. അത് നമ്മളൊരു ആളായിട്ട് ജീവിതം തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ബിൽഡ് ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു കോള് ഒരു വീഡിയോ കോള് അങ്ങനെ, അതായത് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിക്കാനും നീ അവിടെ ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സംഗതിന്റെ ആവശ്യം വരില്ല. അതെനിക്ക് തോന്നുന്നു ഇവർ ജീവിച്ച് തുടങ്ങി ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും. അതിപ്പോ എന്താ പറയുക, ഇവര് തുടക്കത്തിലല്ലേ, അതുകൊണ്ട് അവർക്ക് അത് ആ ഒരു ലൈക്ക് അതിൽ വന്നു പോയതാണ്. അതൊരു തെറ്റുമല്ല കേട്ടോ പറയുന്നത്. അവരവരെ കാര്യം തുറന്നു പറഞ്ഞു, ഞാൻ തെറ്റല്ല. കാരണം ഇത് എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അവരെ തുറന്ന് സമ്മതിച്ചു എന്നുള്ളൂ. നമ്മളെ അമ്മയും അച്ഛനൊക്കെ എവിടെയും പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഒന്നും ചോദിച്ചൊന്നുമല്ല. പക്ഷെ ലവർ ചിലപ്പോ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിച്ചു. ഈ ലവർ പിന്നെ ഭാര്യയായി മാറിയാലും ഒരു കൊല്ലത്തിനൊക്കെ എന്തുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും. ഈ ഒരു കൊല്ലൊക്കെ പോണില്ലേ പിന്നെ അങ്ങനെയൊക്കെയാവും കാര്യങ്ങള്. എന്താണെങ്കിലും കൊള്ളാം. എനിക്ക് നല്ല അടിപൊളി കപ്പിൾസ്. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുണ്ടോ നമുക്ക് എന്തായിരുന്നു, നമുക്ക് അവർ കിടിലായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ കല്യാണം കാര്യങ്ങളും വരാൻ പോവാണ്. സൂപ്പറായിട്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോട്ടെ. ഇനിയും നല്ല നല്ല വീഡിയോസ് അവരുത്. കപ്പിൾ വീഡിയോസിന് എപ്പോഴും ഡിമാൻഡ് കൂടുതലാണ്. ഇനി അവരുടെ കല്യാണ വീഡിയോസ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള അവരുടെ ആക്ടിവിറ്റീസ് ലൈക്ക് പേർലി ശ്രീനിഷ്, ഭയങ്കര വ്യൂവർഷിപ്പാണ് ഈ കാര്യത്തിനൊക്കെ. സോ ഡെഫിനറ്റ്ലി രസമായിട്ടുള്ള വ്യൂവർഷിപ്പ് ഉണ്ട് അവർക്ക്. പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ വീഡിയോസ് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ടൈമിൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും വ്യൂവർഷിപ്പ് മാറ്റേഴ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പറയുമ്പോൾ ഒന്നും കിട്ടില്ല, നോ വ്യൂവർഷിപ്പ്. അപ്പൊ വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഡെലിവർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ബേസിക്കലി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ. എല്ലാവരും അതന്നെ. ഇപ്പൊ നമ്മളടക്കമുള്ള ആൾക്കാരും ഞാനും എന്റെ വീട്ടുകാരും മാത്രം കാണണമെന്ന് വെച്ചിട്ട് ആരും വീഡിയോ ഇടുന്നില്ല. അല്ല ഇത് ഡിമാൻഡ് എന്താണ്, വ്യൂവേഴ്സ് പൾസ് എന്ന് അറിഞ്ഞിട്ട് തന്നെയായിരിക്കും എല്ലാവരും വീഡിയോ ചെയ്യുന്നത്. അതിന്റെ മുകളിൽ വരുന്ന വീഡിയോസ് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് Q&A കണ്ട സമയത്ത് വെരി പ്ലെയിൻ, വെരി കാഷ്വൽ തിങ്. അത് പ്രത്യേകിച്ച് അങ്ങനെ അല്ലേ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇരുന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ പെർസ്പെക്ടീവ് എന്ത് പറഞ്ഞാലും നമുക്ക് അതിന് കുറച്ച് വേർഡ് എടുത്തിട്ട് ഇങ്ങനെ തൂക്കി നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പറയാം. നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്ടീവില് നമുക്ക് വേറെ തോന്നലുകൾ വരാം. അത്രയും ഉള്ളൂ ഈ റിയാക്ഷൻ വീഡിയോസ്. ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടാ ചെയ്യുന്നത്, നമ്മൾ അതന്നെയാ ചെയ്യുന്നത്. ഞാൻ അഡ്മിറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് അഡ്മിറ്റ് ചെയ്ത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ആ ഡോക്ടറെ, കൊൽക്കത്തയിലെ ഡോക്ടറിന്റെ കേസ് ചെയ്തത്. ആ ഒരു മനുഷ്യന് കാണണ്ട, ഒരു മനുഷ്യക്കുട്ടിക്ക് കാണണ്ട. അല്ല ഈ വീഡിയോ ഇടുന്നതിന്റെ മുന്നേ ഇവന്താ നമ്മളിപ്പോ ഇതാ ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാനും തന്നെ ചോദിച്ചില്ല ഇപ്പൊ എന്താ പറയാനുള്ളത്. ബട്ട് അതായത് വേറൊരാളുടെ ജീവിതത്തിലെ അവരുടെ തോട്ട് പ്രോസസ്സിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് പറയുന്നത് കാണാനും കേൾക്കാനും ആളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വൈ നോട്ട് അല്ലേ. പരദൂഷണ അമ്മാവന്മാർ അപ്പുറത്തെ അയൽവക്കം പരദൂഷണം കേൾക്കാനും വേറൊരാളെ കുറ്റം പറയാനും അപ്പുറത്തെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാനും നമുക്ക് ഇടയ്ക്കുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ, അത് ഞങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ കാണുന്നു. അക്സെപ്റ്റ്.